ശേഷം അഭിനവ് ഉറങ്ങാൻ പോയി. ഇത്തവണയും ജോലിക്കാരുടെ കൂടെയാണ് അവൻ കിടന്നത്. അടുത്ത ദിവസം രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റു. വേലക്കാരുടെ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പുറത്ത് അനന്യ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം നേരെ അനന്യയിൽ പതിഞ്ഞു. ബോഡി ഷേപ്പിൽ ധരിച്ചിരുന്ന വസ്ത്രം അവളുടെ അങ്കലാവണ്യം എടുത്തു കാണിച്ചിരുന്നു. അനന്യ വളരെ സുന്ദരിയാണെന്ന് അഭിനവ് ചിന്തിച്ചു. അപ്പോഴാണ് ശർമിളയുടെ ശബ്ദം കേട്ടത്. അനന്യ, വാ മോളെ, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അനന്യ അഭിനവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയെങ്കിലും അവനെ കാണാത്ത ഭാവത്തിൽ അവൾ അവിടെ നിന്ന് പോയി. അഭിനവ് അവൾ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. പെട്ടെന്നാണ് ഒരു ഘനഗംഭീരമായ ശബ്ദം അവൻ കേട്ടത്. എന്താ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? ഇനി നിന്നെ പ്രത്യേകം ക്ഷണിക്കണം. ഈ ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല, ഹരിദേവന്റേതായിരുന്നു. അദ്ദേഹം അഭിനവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ടേബിളിനരികിലെ കസേരയിൽ ചെന്നിരുന്നു. അഭിനവ് മടിച്ചു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു. ഹരിദേവൻ മേനോന്റെ അരികിലെത്തിയപ്പോൾ അവൻ അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ശരിയാ, നിന്റെ മാത്രം മോർണിംഗ് ഇപ്പൊ ഗുഡാണ്. ഇത്രയും വലിയ വീട്ടിൽ താമസം, സപ്രമഞ്ചക്കട്ടിൽ ഉറക്കം, ഇനി എന്ത് വേണം? അപ്പൊ പിന്നെ നിനക്ക് ധൈര്യമായിട്ട് ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയാലോ. ബ്രെഡിൽ ബട്ടർ പുരട്ടിക്കൊണ്ട് ശർമിള പിറുപിറുത്തു. ഹരിദേവൻ ശർമിളയെ ശാസനയോടൊന്ന് നോക്കിയതിനു ശേഷം അഭിനവനോട് ഇരിക്കാനായി ക്ഷണിച്ചു. അഭിനവ് അനന്യയുടെ അടുത്തുള്ള കസേര വലിച്ചിട്ട് അതിലിരുന്നു. അനന്യ, ഇന്നലെ രാത്രി അഭിനവ് എവിടെയാ കിടന്നുറങ്ങിയത്? ഹരിദേവൻ അനന്യെ നോക്കി ചോദിച്ചു. അനന്യ മുത്തശ്ശൻ ചോദിച്ചത് കേട്ട് ഞെട്ടി. അവൾ തല താഴ്ത്തി തോളുകൾ ഉയർത്തി. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയാ അവളോട് ചോദിക്കുന്നത്? ഇവൻ എവിടെയാ കിടക്കുന്നതെന്ന് അവൾക്ക് എങ്ങനെ അറിയാനാ? ഇവന്റെ എല്ലാ കാര്യങ്ങളും തിരക്കാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ശർമിള ഇഷ്ടക്കേടോടെ ഹരിദേവനെ നോക്കി പറഞ്ഞു. ഹരിദേവൻ ആദ്യം ശർമിളയെയും അനന്യയും അഭിനവിനെയും നോക്കി. അഭിനവ്, ഇന്ന് തന്നെ അനന്യയെ രജിസ്റ്റർ മാരേജ് ചെയ്യണം. രണ്ടുപേരും തയ്യാറായിക്കോളൂ. ഹരിദേവൻ പറഞ്ഞത് കേട്ടതും അനന്യ ഞെട്ടി. ഇത്ര പെട്ടെന്ന് മുത്തച്ഛൻ ഇതുപോലൊരു തീരുമാനം എടുക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കിവനെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണം. അനന്യ ദയനീയമായി പറഞ്ഞു. മോളെ, ഇതെല്ലാം നീ അവനോടൊപ്പം ഒരേ കിടക്കയിൽ ആ രാത്രി ചെലവഴിക്കുന്നതിന് മുമ്പേ ചിന്തിക്കേണ്ടതായിരുന്നു. ആളുകളുടെ മുന്നിൽ നാണം കെട്ട് ഞാൻ നിന്നത് നീയും കണ്ടതല്ലേ? നിന്നെ ഇവൻ വിവാഹം കഴിക്കുന്നു പറഞ്ഞിട്ടാണ് അവരുടെ എല്ലാം മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം നിന്നെ അവരെല്ലാരും എങ്ങനെ നോക്കിക്കാണുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊരു തമാശയായിരിക്കും. പക്ഷേ ഹരിദേവൻ മേനോന്റെ വാക്കിന് കേദാർ ഗ്രൂപ്പിൽ ഒരു മരശബ്ദം ഉണ്ടായിട്ടില്ല. അതാണ് ഈ ഫാമിലിയുടെ പാരമ്പര്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്കിനി മറ്റൊന്നും ചിന്തിക്കാനില്ല. ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹത്തിന് തയ്യാറായിക്കോളൂ. ഹരിദേവൻ പറഞ്ഞു. പക്ഷെ അച്ഛാ, അങ്ങനെ ഒരു കാര്യം നടന്നു കരുതി നമ്മുടെ കുട്ടി ഇവനെ പോലെ ഒരുത്തിന്റെ തലയെ കെട്ടിവെച്ച് കൊടുക്കുകയാണോ വേണ്ടത്? ഇവരൊക്കെ പുതിയ തലമുറയല്ലേ. ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. നമ്മൾ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ അങ്ങ് വിട്ടാ മതി. മാത്രമല്ല, അനന്യ ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് നൽകണം. ശർമിള പറഞ്ഞു. ഹരിദേവൻ ഒരു നിമിഷം അവളെ നോക്കി. അച്ഛൻ തങ്ങൾക്ക് വേണ്ടി തീരുമാനം മാറ്റുമെന്ന് അവർ വിശ്വസിച്ചു. അഭിനവ്, നിന്റെ എല്ലാ സാധനങ്ങളോടും ഈ വീട്ടിലേക്ക് വന്ന് രജിസ്റ്റർ വിവാഹത്തിന് തയ്യാറെടുക്കൂ. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കും. ഹരിദേവൻ ഗൗരവത്തോടെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിലെ ഗൗരവം എല്ലാവരെയും ഭയപ്പെടുത്തി. എന്നിട്ടും ശർമിള ധൈര്യം സംഭരിച്ച് ഹരിദേവനെ എതിർക്കാനായി തുനിഞ്ഞു. ശരി, അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ല. പക്ഷെ സ്വന്തം പേരക്കുട്ടിക്ക് വേണ്ടി കണ്ടുപിടിച്ച യോഗ്യനായ ചെറുപ്പക്കാരന്റെ കയ്യിലിരിപ്പും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ശർമിള പറയുന്നതിനോടൊപ്പം ഫോണിലുണ്ടായിരുന്ന വീഡിയോ ക്ലിപ്പിംഗ് ഹരിദേവന് കാണിച്ചു കൊടുത്തു. റെസ്റ്റോറന്റിൽ വെച്ച് അഭിനവ് ഏതോ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ഹരിദേവന് ശരിക്കും കണ്ടു. കണ്ടല്ലോ, ഇതുപോലൊരു തെമ്മാടിയാണ് എന്റെ കുട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ അച്ഛൻ നോക്കുന്നത്. ഇവനെ പോലൊരുത്തിനെ കല്യാണം കഴിച്ചാൽ എന്റെ കുട്ടിയുടെ ഭാവി എന്താകും എന്നച്ഛൻ എന്താ ചിന്തിച്ചു നോക്കാത്തത്? ശർമിള പറഞ്ഞു. അഭിനവ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. മുത്തച്ഛൻ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്നും മനഃപൂർവ്വം. പക്ഷെ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ഹരിദേവൻ അവനെ തടഞ്ഞു. ചേട്ടാ, നീ ഒന്നും പറയണ്ട. അനന്യയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെയാ ഇങ്ങനെ ഒരുത്തനെ അവക്ക്? ഇത് കേട്ട അഭിനവ് അസ്വസ്ഥനായി. അവന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് അവന് തീരെ സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും അവന് തോന്നിയില്ല. അവനൊരു ദീർഘനിശ്വാസം എടുത്ത് ഹരിദേവനെ നോക്കി. ഹരിദേവൻ തുടർന്നു. എന്തായാലും എനിക്ക് ഈ വിവാഹത്തിൽ ഒരു താല്പര്യമില്ല. പക്ഷെ ഇവിടെ എന്റെ തീരുമാനം അല്ലല്ലോ മുഖ്യം. ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അത് അംഗീകരിക്കുക എന്നത് മാത്രമാണ് എനിക്കിപ്പോ ചെയ്യാൻ കഴിയുന്നത്. ഇവിടെ അനന്യ തന്നെയാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തത്. അതെല്ലാവരും അറിയുകയും ചെയ്തു. ഇനി ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുക മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഇനി അതല്ല, എന്നെ ധിക്കരിച്ച് ഈ വിവാഹം തടയാൻ
ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് അതും ഒന്നറിയണം. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടി നിന്നത് ഞാനാണ്. ഈ വിവാഹം കൊണ്ട് മാത്രമേ എന്റെ നാണക്കേട് പരിഹരിക്കാൻ കഴിയൂ. അനന്യ, എന്റെ കീഴിലുള്ള 2 കമ്പനികളും ഞാൻ സൗരവിന് കൊടുക്കുകയാണ്. നീ നിന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ കമ്പനി മാത്രം ഇനി നോക്കി നടത്തിയാൽ മതി. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞ് ഹരിദേവൻ വർമ്മ വെള്ളം കുടിച്ച് എഴുന്നേറ്റ് പോയി. അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശർമ്മിളയ്ക്ക് ദേഷ്യം വന്നു. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. അനുഭവിക്കാൻ വരുന്നത് എന്റെ കുട്ടിയാണ്. ഇതിലും ഭേദം അവളെ കൊന്നു കളയുന്നതല്ലേ. ശർമ്മിള ദേഷ്യത്തോടെ പറഞ്ഞു. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അഭിനവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ശർമ്മിളയുടെ സ്വഭാവം ഇതിനകം തന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വായിൽ വരുന്നത് മറ്റുള്ളവർക്ക് വേദനിക്കുവോ എന്ന് പോലും നോക്കാതെ പറയുന്ന ഒരുതരം സ്ത്രീയാണവർ. എങ്കിലും മകളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ള അവരുടെ അമ്മ മനസ്സ് അഭിനവ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആന്റി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്ക് അനന്യെ സഹായിക്കാൻ കഴിയും. ഞാൻ ഇതിനെക്കുറിച്ച് വിക്രം സാറിനോട് സംസാരിച്ചു. അവർ അനന്യയുടെ കമ്പനിയെ സഹായിക്കാൻ തയ്യാറാണ്. പകരം ഞാൻ അവർക്ക് വേണ്ടി കുറച്ചു കാലം അവര് പറയുന്ന ജോലി ചെയ്യേണ്ടി വരും. ഞാൻ അതിനെ സമ്മതിച്ചു. ഉടനെ അനന്യയുടെ പ്രശ്നങ്ങളെല്ലാം തീരും, അഭിനവ് പറഞ്ഞു. വെറുതെ കള്ളം പറയരുത്. അവൻ സഹായിക്കുമ്പോഴും തള്ളിമറിക്കാൻ നിന്നെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ, ശർമ്മൾ ഉടനെ പറഞ്ഞു. രാജീവ് പെട്ടെന്ന് അഭിനവിന്റെ നേരെ തിരിഞ്ഞു. 1 സെക്കൻഡ് നേരത്തേക്ക് നീ ഒന്നും മിണ്ടാതിരിക്കുക ശർമ്മള. അഭിനവ്, ആദ്യം ഇത് പറ, നിനക്ക് വിക്രമിന്റെ കമ്പനിയിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞത് സത്യമാണോ? രാജീവ് ചോദിച്ചു. അത് കേട്ട് അഭിനവ് അതെ എന്ന് തലയാട്ടി. നിങ്ങൾ ഈ കള്ളം പറയുന്നത് കേട്ട് വിശ്വസിച്ച് നടന്നോ? എന്നെ അതിന് കിട്ടില്ല, ശർമ്മള രാജീവിനെ നോക്കി പറഞ്ഞു. അനന്യ അപ്പോഴും കരയുകയായിരുന്നു. അവൾ കണ്ണുനീർ തുടച്ച് പതുക്കെ ശർമ്മിളയെ നോക്കി. അഭിനവിന്റെ അച്ഛൻ വിക്രം സാറിന്റെ ഡ്രൈവറായിരുന്നു മമ്മി. ചിലപ്പോ ആ വഴിക്ക് അവൻ അവിടെ ജോലി കിട്ടി കാണും, അനന്യ പറഞ്ഞു. അഭിനവനെ തന്നെ സഹായിക്കാൻ കഴിയുമോ എന്നവൾ ചിന്തിച്ചു. അനന്യ പറഞ്ഞ വാർത്ത കേട്ട് രാജീവും ശർമ്മിളയും ഞെട്ടി. എന്താ നീ പറഞ്ഞത്? വിക്രം സാർ ഇവനെ അറിയോ? അവർ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. അത് കേട്ട് അറിയുമെന്ന് അനന്യ തലയാട്ടി. അവർ രണ്ടുപേരും അത്ഭുതത്തോടെ അഭിനവിനെ നോക്കി. അഭിനവ് വേഗം അനന്യയുടെ അരികിലേക്ക് ചെന്നു. അനന്യ വരൂ, നമുക്കൊരിടം വരെ പോകാം. അവൻ പറഞ്ഞത് കേട്ട് അനന്യയുടെ നെറ്റി ചുളിഞ്ഞു. പോകാനോ? എങ്ങോട്ട് പോകാൻ? അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പൊ നിനക്ക് സഹായം വേണ്ടേ? അതിന്റെ കാര്യത്തിനാണ് വിളിക്കുന്നത്. എന്റെ കൂടെ വരൂ. അത്രയും പറഞ്ഞ അഭിനവ് പുറത്തേക്കിറങ്ങി. അനന്യ മനസ്സില്ലാ മനസ്സോടെ പുറകെ ചെന്നു. അഭിനവ് നേരെ പോയത് അവന്റെ കാറിനരികിലേക്കാണ്. ഇതാണോ നിന്റെ കാർ? അവൾ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു. അത് ഇതാണ് എന്റെ വണ്ടി. ഞാൻ നിന്നെ ഇതിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്, അഭിനവ് ഒരു ചിരിയോടെ പറഞ്ഞു. എന്താ, നിന്റെ കൂടെ ഞാൻ ഈ ഉള്ളിക്കോട്ടെ കയറി വരുമെന്നാണോ നിന്റെ വിചാരം? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. അനന്യ, ഇത് വളരെ നല്ല കാറാണ്. പുറമേ നിന്ന് കാണുമ്പോ കുറച്ച് പഴയതാണെന്ന് തോന്നും. പക്ഷെ നീ ഒന്ന് കയറി നോക്ക്, ഉറപ്പായി നിനക്ക് ഇഷ്ടപ്പെടും. വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം, അഭിനവ് അനന്യോട് പറഞ്ഞു. അനന്യ കുറച്ചു നേരം ആ കാർ നോക്കി നിന്നു. നോ താങ്ക്സ്. അല്ല, ഏത് വകേര ഇത് നിന്റെ കാറാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇത് വിക്രം സാറിന്റെ കാറല്ലേ? അതും കമ്പനി വണ്ടി. അവിടുത്തെ ആവശ്യത്തിന് ഓടിക്കുന്നതിന് പകരം നീ ഇത് നിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കുന്നു, അതല്ലേ കാര്യം? എന്തായാലും നാണം കെട്ട ഈ വണ്ടി ഞാനില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. തൽക്കാലം ഞാൻ അതിൽ വന്നോളാം. ഇത്രയും പറഞ്ഞ് അനന്യ തന്റെ കാറിലേക്ക് നടന്നു. അഭിനവ് അവൾ പോകുന്നത് നോക്കി നിന്നു. അവൻ അവളെ തടയാൻ കഴിഞ്ഞില്ല. അനന്യ അവളുടെ കാറിൽ വിക്രമിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. അഭിനവ് അവളുടെ പിന്നാലെ ഓഫീസിലെത്തി. അവൻ വരാൻ അല്പം വൈകിയതിനാൽ ജെന്നിഫർ അവനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ അനന്യയുടെ മുന്നിൽ വെച്ച് തന്നോട് ജെന്നിഫർ ദേഷ്യപ്പെട്ടത് അഭിനവിന് ഒട്ടും ഇഷ്ടമായില്ല. നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ടടി, പക്ഷെ ഇന്നല്ല, ഉടനെ, അഭിനവ് മനസ്സിൽ ചിന്തിച്ചു. ഇന്ന് അവന് ധാരാളം ജോലി ഉണ്ടായിരുന്നു. അനന്യയെ സഹായിക്കുക മാത്രമല്ല, വിവാഹ രജിസ്ട്രാറിന്റെ അടുത്ത് പോകണം. അതിനുശേഷം വേണം അവന് കോളേജ് റീയൂണിയന് പോകാൻ. അനന്യക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം അഭി നേരെ തന്റെ മുറിയിലേക്ക് പോയി. അവന്റെ അനന്യയുടെയും മാരേജ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സും പാക്ക് ചെയ്തു. ഹരിദേവൻ അവനോട് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അതിനാൽ അവൻ ഡോക്യുമെന്റുകൾ എല്ലാം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം തന്റെ മുറിയിൽ നിന്നിറങ്ങി. അവൻ അനന്യയുടെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പാർക്കിങ്ങിൽ അനന്യയുടെ കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹരിദേവനും രാജീവും ശർമ്മളയും വീട്ടിലില്ലായിരുന്നു. സൗരവും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ അഭിനവിന് സമാധാനം തോന്നി. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ആ വീട്ടിൽ അല്പം ആശ്വാസം കിട്ടുകയുള്ളൂ. സന്തോഷത്തോടെ അഭിനവ് വീടിനുള്ളിലേക്ക് കയറി. അവിടെ അനന്യെ കാണാൻ ഉണ്ടായിരുന്നില്ല. അവൾ അവളുടെ മുറിയിലേക്ക് പോയിരിക്കുമെന്ന് കരുതി അഭിനവ് അകത്തേക്ക് നടന്നു. പെട്ടെന്നാണ് അഭിനവൻ അവളുടെ പെർഫ്യൂമിന്റെ സുഗന്ധം കിട്ടിയത്. അവൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി. ഗ്രേപ്പ് കളർ ഗൗണിൽ അതിസുന്ദരിയായി അനന്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രം മനോഹരവും അവൾ കിണങ്ങുന്നതുമായിരുന്നു. ആ വസ്ത്രത്തിൽ അനന്യ ഒരു രാജകുമാരിയെ പോലെ തോന്നിച്ചു. അഭിനവ് അവളെ തന്നെ സ്വയം മറന്ന് ഒരു നിമിഷം നോക്കി നിന്നു. അനന്യ തന്റെ ഗ്ലാസ്സിലെ മദ്യം മുഴുവൻ വായിലേക്ക് കമഴ്ത്തി.
അതിനുശേഷം വീണ്ടും ആ ഗ്ലാസ് നിറച്ചു. സോ നമ്മൾ വിവാഹം കഴിക്കാൻ പോകണല്ലേ? ഓക്കെ, ഞാൻ റെഡി, പോകാം, നിർവികാരതയോടെ അനന്യ പറഞ്ഞു. അഭിനവ് പോകാൻ തയ്യാറായി അവളുടെ അരികിലേക്ക് വന്നു. അപ്പോഴാണ് അനന്യ അവന്റെ വേഷം നോക്കുന്നത്. ഒരു സാധാരണ പാന്റും ഷർട്ടും. അത് കണ്ടപ്പോൾ അനന്യക്ക് ദേഷ്യം വന്നു. ഈ വേഷം ഇട്ടിട്ടാണോ താൻ എന്റെ കൂടെ വരാൻ പോകുന്നത്? ആകെ കൂടി ഇനിയുള്ളതൊരല്പം മാനമാണ്. അതുകൂടി കളഞ്ഞു കുളിക്കാതെ മര്യാദയ്ക്ക് ഒരു നല്ല കോലത്തിലൊക്കെ വാ. ഞാൻ അവിടെ നിനക്ക് വേണ്ടി ഒരു സ്യൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേഗം അതൊന്ന് എടുത്തിട്ടൊന്ന് റെഡിയാകാമോ? അനന്യ അമർഷത്തോടെ പറഞ്ഞു. അവന്റെ വേഷം അത്രയ്ക്ക് മോശമൊന്നും അല്ല എന്നായിരുന്നു അവൻ കരുതിയത്. എന്നാൽ അനന്യെ പോലെ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോ താൻ കുറെ കൂടി നന്നായി ഒരുങ്ങണമെന്നായിരുന്നു അവൾ പറഞ്ഞതിൽ നിന്നും അവന് മനസ്സിലായി. എന്നാൽ അനന്യ തനിക്കായി സ്യൂട്ടൊക്കെ കൊണ്ടുവരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അനന്യയുടെ സ്വഭാവം വിചാരിച്ചത്ര മോശമല്ല എന്ന് അഭിനവന് തോന്നി. അവൻ ഉടനെ വസ്ത്രം മാറി സ്യൂട്ട് ധരിച്ച് പുറത്തു വന്നു. സ്യൂട്ട് ധരിച്ചപ്പോൾ അഭിനവ് വളരെ സുന്ദരനായി കാണപ്പെട്ടു. അവന്റെ സ്യൂട്ട് കണ്ടാൽ അത് അവന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണെന്ന് തോന്നും. അനന്യ അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം നോക്കി നിന്നുപോയി. എന്നാൽ അഭി കാണുന്നതിന് മുൻപ് അവൾ നോട്ടം മാറ്റുകയും ചെയ്തു. ഞാൻ എന്തിനാ ഇപ്പൊ ഇവനെ നോക്കി നിന്നത്? മുത്തച്ഛന്റെ നിർബന്ധം മാത്രമാണ് ഈ വിവാഹം, വേറെ ഒരു ചോയ്സും തനിക്കില്ല, അവൾ സ്വയം പറഞ്ഞു. പിന്നെ തന്റെ സാധനങ്ങൾ എടുത്ത ദേഷ്യത്തോട് പുറത്തേക്ക് നടന്നു. പക്ഷെ അനന്യ തന്നെ നോക്കുന്നത് അഭിനവ് കണ്ടിരുന്നു എന്ന് അവൾക്കറിയില്ലായിരുന്നു. അവനും പുഞ്ചിരിച്ചുകൊണ്ട് അനന്യയുടെ പിന്നാലെ പോയി. അവൻ പുറത്തെത്തിയപ്പോൾ അവൾ അവനെ വിളിച്ചു. താനൊരു കാര്യം ചെയ്യ്, തന്റെ ആ ഉള്ളിക്കോട്ടെ കയറി അങ്ങ് പോര്. ഞാൻ എന്റെ കാറിൽ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ ഈ ഉന്തുവണ്ടിയിൽ വരുന്നതൊക്കെ കൊള്ളാം, പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോണം, വഴി കിടക്കരുത്. അതും പറഞ്ഞ അനന്യ വേഗം തന്നെ കാറിൽ കയറി രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു. അഭിനവും തന്റെ കാറെടുത്ത് അവളുടെ പിന്നാലെ പോയി. അവൻ കാർ വളരെ പതുക്കെയാണ് ഓടിച്ചത്. സമയമെടുത്ത് അങ്ങോട്ട് എത്തിയാൽ മതിയെന്ന് അവൻ ചിന്തിച്ചു. അവൻ കുറച്ചു നേരം തനിച്ചിരിക്കാൻ ആഗ്രഹിച്ചു. താനീ ചെയ്യുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. അനന്യ സ്വമനസ്സാലെ സമ്മതിക്കുമെന്ന് കരുതിയാണ് അവൻ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നടക്കുന്നത്. വൈകി പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും അഭിനവ് ചിന്തിച്ചു. പക്ഷെ അതും അവന് കഴിയില്ല. MK ഗ്രൂപ്പ് എന്ന വലിയ ഉത്തരവാദിത്വം തലയിലുണ്ട്. താൻ ആരാണെന്ന് അനന്യോടെങ്കിലും പറഞ്ഞാലോ എന്ന് അവൻ ആലോചിച്ചു. പക്ഷേ ഈ അവസ്ഥയിൽ ഒരിക്കലും അവൾ തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം കൂടി ആലോചിച്ച് അഭിനവന്റെ മനസ്സ് അസ്വസ്ഥമായി. അനന്യ തന്റെ കാർ രജിസ്റ്റർ ഓഫീസിന് പുറത്തു നിർത്തി. അഭിനവും തന്റെ കാർ അവളുടെ കാറിന്റെ അരികിൽ നിർത്തി. ഇരുവരും അകത്തേക്ക് നടന്നു. കുറച്ച് ഔപചാരികതകൾക്ക് ശേഷം രജിസ്ട്രാർ അവരെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെ ഒപ്പിടൂ എന്ന് പറഞ്ഞ് പേന അയാൾ രണ്ടുപേരുടെ നേരെ നീട്ടി. അനന്യയും അഭിനവും പരസ്പരം നോക്കി. ഇരുവർക്കും ഒപ്പിടാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ രണ്ടുപേരും നിസ്സഹായരായിരുന്നു. രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ച് ഒപ്പിടുകയല്ലാതെ അവർക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അനന്യ അഭിനവനെ നോക്കി. അവൻ അവളെ നോക്കാതെ തലയും താഴ്ത്തി നിന്നു. അനന്യ പേനെടുത്ത് ഒപ്പിട്ടു. ശേഷം അഭിയും രജിസ്ട്രാർ പറഞ്ഞെടുത്ത് ഒപ്പിട്ടു. രണ്ടുപേരുടെ മുഖത്ത് നിസ്സംഗ ഭാവമായിരുന്നു. അനന്യ അതിനുശേഷം പുറത്തേക്കിറങ്ങി. അഭിനവ് അല്പനേരം കഴിഞ്ഞാണ് പുറത്തേക്കിറങ്ങിയത്. അവൻ പുറത്തു വന്നപ്പോൾ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അനന്യ ആ സർട്ടിഫിക്കറ്റിലേക്ക് ഒന്ന് നോക്കിയത് പോലുമില്ല. അവൾ അഭിനവിനെ ഒന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ തന്റെ കാർ എടുത്തു പോയി. അഭിനവ് ഒരു നിമിഷം അവള് പോകുന്നത് നോക്കി നിന്നു. അപ്പോഴാണ് അവന് റീയൂണിയന്റെ കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ തന്നെ താൻ വൈകിയിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. പക്ഷെ അവൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് കല്യാണത്തിന് അനന്യ എടുത്തു കൊടുത്ത സ്യൂട്ടാണ്. അത് ചേഞ്ച് ചെയ്തു പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അതേ വസ്ത്രത്തിൽ റീയൂണിയനിൽ പങ്കെടുക്കാനായി പോയി. അഭിനവ് ഹോട്ടലിലെ വാതിക്കൽ എത്തിയപ്പോൾ ഹരീഷ് യാമിനി എന്നൊരു പെൺകുട്ടിയോടൊപ്പം പുറത്തേക്ക് വരുന്നത് കണ്ടു. യാമിനി ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. അഭിനവിനെ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവൾക്ക് പുച്ഛമായിരുന്നു. അവരെ കളിയാക്കുന്നതിലാണ് അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഹരീഷുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് യാമിനി അഭിനവിനെ കാണുന്നത്. അവനെ കണ്ട ഉടനെ അവളുടെ കണ്ണുകൾ തിളങ്ങി. മൈ ഗോഡ്, ആരായി വരുന്നത് നോക്കിയേ, എന്താ ഹരീഷ നമ്മൾ കാണുന്നത്? യാമിനി അഭിനവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഭിനവനെ കണ്ടതും ഹരീഷ് തന്റെ കവിളിൽ അറിയാതെ കൈവച്ചുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി അവനെ ഒതുക്കാൻ ഇവിടെ വെച്ച് തനിക്ക് ധാരാളം അവസരം കിട്ടുമെന്ന് ഹരീഷ് ചിന്തിച്ചു. ഇത്തവണ അവൻ ഇവിടുന്ന് പോകുമ്പോ നാണം കെട്ടിട്ട് വേണം പോവാൻ, ഹരീഷ് മനസ്സിൽ പറഞ്ഞു. അയ്യോ, ഇവിടുന്ന് വാടകയ്ക്കെടുത്ത കോട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ സാറ് വരുന്നത്. എന്നാലും നീ വന്നല്ലോടാ, സന്തോഷമായി എനിക്ക്. ഞാൻ വിചാരിച്ച നീ വരില്ലെന്നാ. പാഴ്സൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാൻ സമയം ഉണ്ടാവോ? ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത്, ഇവൻ ഡെലിവറി ബോയ് ആണോ? യാമിനി അത്ഭുതത്തോടെ ചോദിച്ചു. ഹാ, പിന്നല്ലാതെ, അതൊന്നും നിനക്കറിയില്ലായിരുന്നു? ഹരീഷ് ചോദിച്ചു. ഇല്ലടാ, ഞാൻ അമേരിക്കയിലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ നാട്ടിലേക്ക് വന്നത്, എനിക്കങ്ങനെ അറിയാനാ. അപ്പൊ അഭിനവ് ഈ ഡ്രസ്സൊക്കെ വാടകയ്ക്കെടുത്ത്
നിന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് നീ വന്നിരിക്കുന്നത്? യാമിനിയുടെ ശബ്ദത്തിൽ ഒരു കളിയാക്കൽ ഉണ്ടായിരുന്നു. ഇല്ല, ഞാനിപ്പോ ഡെലിവറി ബോയ് അല്ല, ഓഫീസ് ജോലിയാണ്. അവരോട് കൂടുതലൊന്നും പറയാൻ അഭി ആഗ്രഹിച്ചില്ല. ഇത് കേട്ടതും ഹരീഷ് ഉറക്കെ ചിരിച്ചു. ഇവൻ ഓഫീസ് ജോലി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു പാവം പണക്കാരി പെൺകുട്ടിയെ ഉടായ്പ കാണിച്ച് കെട്ടി. ആ പാവം പെണ്ണിന്റെ ഓഫീസിലാവും ഇപ്പൊ ഇവന് ജോലി ചെയ്യുന്നത്. ഹരീഷ് പറഞ്ഞത് കേട്ട് യാമിനി ചിരിച്ചു. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. ഇതേ സമയത്ത് 50-നോടടുത്ത് പ്രായമുള്ള ബലിഷ്ഠനായ ആ മനുഷ്യൻ കയ്യിൽ ഒരു സിഗാർ പിടിച്ച് തന്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പുറത്ത് അയാളുടെ ഗുണ്ടകൾ ഒരാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കരച്ചിൽ അവിടെ ആകെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ആസ്വദിച്ചുകൊണ്ട് അയാൾ തന്റെ ചെയറിൽ ചാഞ്ഞിരുന്നു. അപ്പോഴേക്കും അയാളുടെ സെക്രട്ടറി അങ്ങോട്ട് വന്നു. ടൈഗറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. ഇയാൾക്കൊന്നും അറിയില്ല സർ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സെക്രട്ടറി ഭയത്തോടെ മറുപടി പറഞ്ഞു. കുറച്ചായാലും നിങ്ങളുടെ അന്വേഷണം, എന്തെങ്കിലും നടക്കുവോ? അയാളുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. സെക്രട്ടറി ഒന്നും മിണ്ടിയില്ല. ദിസ് ഈസ് ബാഡ്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അവന്റെ എല്ലാ വിവരങ്ങളും വേണം. അവനെ കിട്ടിയെന്ന് പറയാനല്ലാതെ ഇനി എന്റെ മുന്നിൽ വരരുത്. ഇത്രയും പറഞ്ഞ മനുഷ്യൻ സിഗാറിൽ നിന്നൊരു കവള് വലിച്ചെടുത്ത് ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഇനി എന്ത് സംഭവിക്കും? അഭിനവന്റെ പിന്നാലെ തന്നെയുള്ള ഈ മനുഷ്യൻ ആരാണ്? അയാൾക്ക് എന്താണ് അവനോട് ഇത്ര ശത്രുത? അഭിനവന്റെ വിവാഹ ജീവിതം ഏത് പുതിയ വഴിത്തിരിവിലേക്കാണ് എത്താൻ പോകുന്നത്? അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ.